താങ്ക്സ് ബ്രാവോ. അയ്യോ ഓപ്പൺ ഒന്നും ആയില്ല, ആപ്ലിക്കേഷൻ ഒന്നും ഓപ്പൺ ആയില്ല, ആരും താങ്ക് ചെയ്യില്ല ദൈവമേ. അത് ഞാനൊക്കെ ക്ലിയർ ചെയ്ത്, നിങ്ങൾ ലൈവ് കട്ടായോണ്ട് കാണാൻ ഞാൻ. അതിനുശേഷം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളാരും കണ്ടില്ലേ? അപ്പോൾ ഓപ്പൺ ഒന്നും ആയില്ല. ഇതാരാ ഇതൊക്കെ ലൈവ് കട്ടായിട്ട് കാണാൻ? അത് കിടത്ത് അത് കളഞ്ഞ് ബാക്ക് സ്പേസ് അടിച്ചപ്പോൾ പോയി. ഇങ്ങനെ ഇങ്ങനെ കൺട്രോൾ അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. വന്നു കഴിഞ്ഞിട്ട് ഇത് കണ്ട് ഈ സാധനങ്ങൾ എടുത്ത് കളഞ്ഞിട്ട് നമ്മളിങ്ങനെ അടിക്കും. ഇവിടെ എന്നിട്ട് എൻ്റെ അടുത്ത് ഓപ്പൺ ഫോർ 10 സെക്കൻഡ്സ് ഇട്ട് ഇനി 1 2 3 4 5 6 7 8 9 10 ക്ലോസ്ഡ്. ഓക്കെ, ഇനി ഇത് ദയവ് ചെയ്ത് ആരും ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ പറയരുത്. നിങ്ങളുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ച് നമ്മൾ 10 സെക്കൻഡത്തേക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയായിരുന്നു. നമുക്ക് ആപ്ലിക്കേഷൻ ഒന്നും വരാത്തത് കൊണ്ട് നമ്മൾ ആ ഓപ്പണിംഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇടാ ഓപ്പൺ ആക്കാം, ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കത്തില്ലെന്ന് പറയുന്നില്ല. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്. ഞാൻ മോണിറ്ററിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്റ്റീവ് ഗ്യാങ്ങുകൾ നോക്കട്ടെ. ആക്റ്റീവ് അല്ലാത്ത ഗ്യാങ്ങുകൾ എടുത്ത് കളഞ്ഞിട്ട് എന്തായാലും ആപ്ലിക്കേഷൻ ഓപ്പൺ ആകും. എനിക്കിന്ന് ശ്വാസം എടുക്കാനുള്ള ഗ്യാപ്പ് താ നിങ്ങൾ. എൻ്റെ തലയിൽ ഒരുപാട് കാര്യങ്ങൾ ഇരിക്കുവാണ്, മനസ്സിലായി? ഞാൻ ഇന്ന് വന്ന എന്തിനാന്ന് പോലും ഞാൻ മറന്നുപോയി. ഞാൻ എടാ സോറി ഗൈസ്, ഇത് ഡാർക്ക് ഹ്യൂമർ ആയിപ്പോയി, ശരിയായില്ല. അത് ശരിയല്ല, സോറി. നിങ്ങളുടെ ഫീലിങ്സ് വെച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ സോറി. ദയവ് ചെയ്ത് ഒന്ന് മനസ്സിലാക്കുക, ഞാനൊരു മനുഷ്യനാണ്. നിങ്ങൾ ഇവിടെ വന്ന് സ്പാം ചെയ്തെന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ പെട്ടെന്ന് ചടയെന്ന് പറഞ്ഞത് ഓപ്പൺ ആക്കാൻ പറ്റൂല. ഒന്ന് മനസ്സിലാക്കുക. ഇത് ഡാർക്ക് ഹ്യൂമർ ആയിരുന്നു, സോറി, ക്ഷമിക്കുക. എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. മുമ്പിക്കല്ലേ ഒരു നിമിഷം ഹാപ്പി ആയിരുന്നു, ഞാൻ മൂട് പോയത്. ഇവിടെ ഓപ്പണായി വരുമ്പോൾ ചിലപ്പോൾ ഗ്യാങ്ങിലെ അയ്യോ ചാറ്റ് നോക്കണ്ട, കുറച്ച് നേരത്തേക്കൊന്ന്. കുറേ പേര് സ്വപ്നം കണ്ട് തീർന്നു മുന്നേ സ്വപ്നമാണ് അപ്ഡേറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ചതി. TVA ബോബ്, ബ്രാവോ ഗെയിമിംഗ് പ്ലീസ് ചെക്ക് മൈ ആപ്ലിക്കേഷൻ എക്സ്റ്റാൻഡീസ്. ബ്രാവോ ഗെയിമിംഗ് പ്ലീസ് TV_ബോബ്. നിന്റെ പേരെന്താ ബ്രോ? എക്സ്റ്റാൻഡീസ് ആപ്ലിക്കേഷൻ എന്താ പേരെന്തോ ഇട്ടെ? ശ്വാസമൊക്കെ എടുത്ത് ആപ്സ് എന്നിട്ട് വേഗം മോണിറ്ററിങ് സ്റ്റാർട്ടാക്കുക. നമുക്ക് നാളെ തൊട്ടിട്ട് മോണിറ്ററിങ് സ്റ്റാർട്ടാക്കാം. നമ്മുടെ ഗ്യാങ് ക്രൈറ്റീരിയ ഹാഫിസ് ബ്രോ തന്ന ഗ്യാങ് ക്രൈറ്റീരിയ എനിക്ക് ഹാഫിസ് ബ്രോനെ കിട്ടുന്നില്ല. ഇങ്ങനെ നാട്ടിൽ വന്നിട്ട് ഫോൺ എടുക്കത്തില്ല വിളിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ഇവിടെ എന്താ പറയുക, കളക്ടറില്ലാത്ത തിരക്കാക്കി ഇറങ്ങുക നാട്ടിൽ വന്നു കഴിഞ്ഞാൽ. അത് പക്ഷെ സത്യം പറഞ്ഞാൽ എല്ലാ പ്രവാസികൾക്കും അങ്ങനെ അല്ലേ? അവർ നാട്ടിൽ വരുന്നതും കാണാം, അവർ പോകുന്നതും കാണാം. അവർ വന്ന് എത്ര ദിവസം നിന്നെന്ന് പോലും അവർക്ക് മറ്റേ അവരവിടെ താമസിക്കുന്ന സമയത്ത് ഒരു 2 അവധി ദിവസം കഴിയുന്ന പോലെയാണ് അവർ നാട്ടിൽ വരുന്ന. ചിലപ്പോൾ 1 മാസമോ 2 മാസമോ ഒക്കെ. കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ അത് തീർന്നു പോകും. എന്ത് സുഖമാക്കളാ എടാ. ഓപ്പൺ ആക്കാന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് ഓപ്പൺ ആക്കിയതാണ് 10 സെക്കൻഡത്തേക്ക്. അത് കഴിഞ്ഞപ്പോൾ നിർത്തി. പിന്നെ അത് ആ ഒരു ഡാർക്ക് ഹ്യൂമർ ശരിയാവത്തില്ല, അത് ശരിയല്ലാന്ന് തോന്നി. അതുകൊണ്ടാണ് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് ആർക്കെങ്കിലും വിഷമമായെങ്കിൽ സോറി പറഞ്ഞത്. സത്യം. അയ്യോ ഇപ്പം ഗ്രൂപ്പിൽ തെറിവിളിയായിരിക്കും എനിക്ക്. അമ്മേ, ലൈവ് തെറിവിളി കണ്ടാലോ പൈസ? നമുക്ക് ചുമ്മാ ചോദിച്ചു നോക്കാം, ആരൊക്കെ തെറി വിളിച്ചെന്ന് ചോദിച്ചു നോക്കട്ടെ, എടുത്തു നോക്കട്ടെ. അവിടെ തുടങ്ങി. എടാ വന്ന് പോയി. ഇല്ല, ഇതിൽ അവർ തെറി വിളിക്കുന്നത് ഞാൻ കുറ്റം പറയത്തില്ല, വിളിച്ചോട്ടെ. ഇത് ഞാൻ അറിയിക്കുന്നു, ഞാൻ ഈ തെറിവിളി അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ തെറി വിളിക്കുന്നത് തെറ്റില്ല. അത് അത് ന്യായമായ തെറിവിളിയാണ്. അതിൽ ഞാൻ അവരെ കുറ്റപ്പെടുത്തത്തില്ല ഗൈസ്. അത് എൻ്റെ ഭാഗത്ത് തെറ്റാണ്, എൻ്റെ തെറ്റാണ്. ദേ വന്നു, ദാ പോയത്. അപ്പം എന്താ ഉണ്ടായ ഇവിടെ? ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. ഒന്നുമില്ലടാ, ചെറുതായിട്ട് 10 സെക്കൻഡത്തേക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയത്. അതിന് എനിക്ക് എന്താണോ
അങ്ങനെ പറയല്ലേ, വിഷമമാകുമെന്ന്. ന്യൂ അപ്ഡേറ്റ് പറയുമോ? സത്യമല്ലേ, ന്യൂ അപ്ഡേറ്റ് പറയാൻ വേണ്ടി വന്നിട്ട് അത് ഒഴിച്ചിട്ട് ബാക്കി എല്ലാം ഞാൻ പറഞ്ഞു. ഗൈസ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ അപ്ഡേറ്റ് എക്സ്ലാൻഡസിന്റെ ഒഫീഷ്യൽ RDR സെർവർ വിത്തിൻ 1 മാസം വരുന്നതായിരിക്കും. അതാണ് അപ്ഡേറ്റ് നമ്പർ 1. നമ്മൾ 1 മന്തിൽ ലോഞ്ച് ആക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ 1 മാസത്തിനുള്ളിൽ നമ്മൾ RDR സെർവർ ലോഞ്ച് ചെയ്യും. പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് RDR ഡെവലപ്പർ ഇല്ല. അതുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ ഒരാളെ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്രിപ്റ്റുകൾ വാങ്ങണം. 1-2 സ്ക്രിപ്റ്റുകൾക്ക് നോക്കിയപ്പോൾ തന്നെ 10,000-ങ്ങളും 8,000-ങ്ങളുമാണ് ഓരോ സ്ക്രിപ്റ്റിൻ്റെ വിലകൾ. അപ്പോൾ അത് വാങ്ങണം. എന്നിട്ട് നമുക്ക് സെർവർ ഉണ്ടാക്കണം. ഇതിനെല്ലാം ഞാനിപ്പോൾ നിങ്ങളോട് അനൗൺസ് ചെയ്തുകൊണ്ട് എൻ്റെ മുന്നിൽ 30 ദിവസമാണ് ഉള്ള സമയം. അങ്ങനെ ഒരു ഡെവലപ്പർ ഇല്ല എന്നുള്ള ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ സ്വപ്നം ഗൈസ്, അതിൽ അങ്ങനെ കളിയാക്കല്ലേ ദയവേത്, പ്ലീസ്. അത് എനിക്ക് തന്നെ ഒരു ഡാർക്ക് ഹ്യൂമറായിട്ട് തോന്നിയോണ്ടാണ് ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. വാട്ട് ഈസ് ദിസ് ബിഹേവിയർ? സാഡായി പോട്ടെ, സാറില്ല, ക്ഷമി. മറ്റേ സിൻഡ്രം ആണെന്നോ? മെൻഷനാക്കി വരാതെ പറയുന്നതായിരുന്നു. എന്ത് എനിക്ക് എന്താണ് ഇങ്ങനെ? അപ്പോൾ കൺസൈൻമെന്റ് വണ്ടി ഒരു സ്റ്റോറി ലൈൻ ഐഡിയ ഉണ്ട്, പറയട്ടെ, പറ കേക്കട്ടെ. ബ്രൗന്റെ ഫണ്ടായിരുന്നു അത്. ജോക്കർ ഷോ ഫണ്ണി പോയി പണ്ടാരം. ഇല്ലടാ, വോയിസ് മെസ്സേജ് ഉണ്ട്, പക്ഷെ വോയിസ് മെസ്സേജ് കേട്ടില്ല. ആ ഫണ്ടിന് ഞാൻ അർഹിക്കുന്നതാണ് തെരുവിളി. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോളൂ ഗൈസ്, ഞാൻ അത് ഏറ്റുവാങ്ങാം. അപ്പം എങ്ങനെ ചെയ്യല്ലേ? സ്ലോട്ട് ഓപ്പൺ ആക്കി ക്ലോസ് ആക്കി അപ്ഡേറ്റ് പറ. യെസ്, അപ്പോൾ നമ്മുടെ RDR സെർവർ നമ്മൾ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ്. സോ നമുക്ക്, ഞാൻ ഉദ്ദേശിക്കുന്ന RDR ആയതുകൊണ്ട് തന്നെ ആദ്യമേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാമോ? ആദ്യമേ ഞാൻ ഡിലീറ്റ് ചെയ്ത RDR ഞാൻ ഡൗൺലോഡ് ചെയ്യണം. മാങ്ങാണ്ട് ഇത് കളിക്കത്തില്ലെന്ന് കരുതിയിട്ട് ഞാൻ ഇത് ഡൗൺലോഡിങ് 1% കംപ്ലീറ്റ്. അപ്പം അതായത് ഇതിപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി സ്ട്രീം വിൽ കണ്ടിന്യൂ. എന്തായാലും അപ്ലോഡല്ലേ, സ്ട്രീം അപ്ലോഡാണല്ലോ. അപ്പോൾ ആദ്യമേ ഞാൻ ഡൗൺലോഡ് ചെയ്യട്ടെ RDR, സ്ലോട്ട് അങ്ങോട്ട് ഓപ്പൺ ആക്കുക, പിള്ളേരെ എൻജോയ് ചെയ്യട്ടെ. അപ്പം ഞങ്ങൾക്ക് വായിക്കടയിൽ ഞാൻ ഗ്രൂപ്പ് നല്ല 2 തെറി വിളിക്കാൻ മതിയാകും, വേണ്ട. ബോഗിൻ്റെ അപ്ഡേറ്റ് ആണോ എന്ന്? ഇൻഫിനിറ്റി അല്ല, മണ്ടൻ ഇൻഡെഫിനിറ്റ്. പ്രാവിങ് API ഒരു 24 hour ലൈവ് ഒക്കെ ഇട്, നൈസ് ആവും. എടാ, ഞാൻ 24 hour ലൈവ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഒരു 18 മണിക്കൂറും ഞാൻ ചിലപ്പം ഈ പറയുന്നത് പോലെ ഡെവലപ്മെൻറ്റ് ലൈവ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിൽ ചെയ്യേണ്ടി വരും. പിന്നെ അതിൽ കുറച്ച് സമയം സെർവറിൻ്റെ പ്രശ്നങ്ങൾ, അതിലെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ, അതിലെ ഗ്യാങ്ങിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഡീൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ശരിക്കും നിങ്ങൾ അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങൾ കാണേണ്ടത്. ഡേ ഇൻ മൈ ലൈഫാണ് കാണേണ്ടതെങ്കിൽ ഒരു 24 hour ലൈവ് നമുക്കിടാം. ഞാൻ രാവിലെ എണീറ്റ് കുളിയും തന്നെയൊന്നുമില്ല, അത് വൈകുന്നേരമേ ഉള്ളൂ, പോയി ഭക്ഷണം കഴിച്ച് എൻ്റെ ഭാര്യയായിട്ട് അടി ഉണ്ടാക്കി, കൊച്ചിൻ്റെ ഇടി വാങ്ങി, കൊച്ചിൻ്റെ ഇടിയും വാങ്ങി, എൻ്റെ കണ്ട പറിച്ചു വെച്ചേക്കാം, ചള്ളയും കണ്ടുമൊക്കെ പറിച്ചു വെച്ചേക്കാം. ഇപ്പം നീറുന്നു എനിക്ക്. എന്നിട്ട് ദയവേത് കുളിസിൻ ചോദിക്കരുത്, കുളിസിൻ ഞാൻ തരത്തില്ല. കുളിക്കാൻ നേരം ഞാൻ ഇവിടെ ബാത്റൂം തുറന്നില്ല. വേണമെങ്കിൽ കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ തോർത്ത് കൊടുത്തൊരു സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു ബിറ്റ് ചെറിയൊരു ബൈറ്റ് തരാം. പക്ഷേ എങ്ങാടെ എൻ്റെ തോർത്ത് അഴിഞ്ഞു പോയ ദൈവമേ, മാനം പോവല്ലോ അത്. ഹായ്. The working on it, it's not an easy task to use as easy. എന്താ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ്. മോർ ടർഫ്, മോർ ബോക്സ്, ലൈക്ക് PvP ഐറ്റംസ് കൊണ്ടുവന്നൂടെ? 30 ഗ്യാങ് ഇല്ലേ? ഒൺലി ഫാൻസ്. സബ്ഗുരു ആൻഡ് എക്സ്ലാൻഡ് സെയിം ആണോ RDR സെർവർ? അത് കൺഫേം ആയിട്ടില്ല. നമ്മൾ ഇൻ ടോക്കിലാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കറൻ്റ്ലി മേ ബി ഒരു പാർട്ണർഷിപ്പിലായിരിക്കും RDR സെർവർ ലോഞ്ച് ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ ഷമീം ബ്രോയുടെ കൂടെ എക്സ്ലാൻഡിസ് പാർട്ണർ ചെയ്തിട്ടായിരിക്കും
ചിലപ്പോൾ RDR സെർവർ ലോഞ്ച് ചെയ്തത്. അതിൻ്റെ ടേംസും കാര്യങ്ങളും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഫൈനലൈസ് ആയി കഴിയുമ്പോൾ പറയാം. അപ്പോൾ വലിയ കോല കാണുന്നോ? അപ്പോൾ വെളിയിൽ വലിയ കോല കാണും. വിഷയത്തിൽ നിന്ന് തന്നെ മാറല്ലേ അപ്ഡേറ്റ് പറയുന്നു. ദേവത എങ്കിലും പറഞ്ഞോ പ്ലീസ്. ഇതപ്പോൾ ഓപ്പൺ ആകും. വല്ലാത്ത പ്രശ്നമാണ്. എക്സ്ക്ലൂസീവ് ഉണ്ട്. അപ്പോൾ RSS ഷോട്ട് കൊടുക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു RP സിറ്റുവേഷൻ വരുമ്പോൾ OC പറയുന്നത് എന്ന് പറയണം. അത് ഓൾറെഡി ലാസ്റ്റ് മീറ്റിങ്ങിൽ അവരോട് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ സൈഡിൽ നിന്നും 500% ഗ്യാരണ്ടിയാണ്, 500% ഗ്യാരണ്ടിയാണ് അവർ തന്നത്. OC പറയില്ല എന്ന്. അപ്പോൾ പറയാതിരിക്കട്ടെ. അപ്പാപ്പൻ്റെ പിങ്ക് ജട്ടി ഫോട്ടോ കിട്ടുമോ? വാൾപേപ്പർ ഇടാനാ? സിറ്റി കയറട്ടാ, എടുത്തു തരാം. മേബി ചന്ദ്രൻ ബാനാണോ? ആയിരിക്കും. ടിക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ബാൻ ആവാൻ ചാൻസ് ഉണ്ട്. നോക്കട്ടെ. FRP ഓഡിയോ FRP ബാൻ ആൻഡ് റെസ്പോൺസ്. KVA ഡേവിഡ് സുലു പാസ്പോർട്ട് റിവോക്കഡ് ഇന്ന് 5:49. പേരൻ്റൽ അബ്യൂസ് 7 ദിവസം. വാവ്. അപ്പോൾ 7 ദിവസം ഡേവിഡ് സുലു ഇല്ല. DRS സിലിണ്ടറാക്കോ വൾഗർ ലാംഗ്വേജ് 4 days. KTLXT കടുവ പ്രസാദ് മെറ്റാ ഗെയിമിംഗ് 5 ദിവസം. DRS സ്പെൻസർ റേ പേരൻ്റൽ അബ്യൂസ് 7 ദിവസം. നോക്കിയ W അറിയാലോ നിങ്ങൾക്ക്. XT കടുവ പ്രസാദ് കോമ്പൽ ലോഗിൻ 2 ദിവസം. ഇവരല്ലേ ഇവിടെ ഇപ്പോൾ വീണ്ടും ബാൻ. അപ്പോൾ 5, 2, 7 ദിവസം. ജൂലൈ 10. ഇതിലൊന്നും കാണുന്നില്ല. പക്ഷെ ചന്ദ്രൻ്റെ ബാൻ ആവാനുള്ള ചാൻസ് വളരെ അധികമാണ് FRP ടിക്കറ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ കണ്ണപ്പി ഗെയിം റൂം വേണ്ടി എങ്ങനെ ഉണ്ട്? അടിപൊളിയല്ലായിരുന്നോ? പുഴുവിനെ കണ്ടിട്ട് ആരും പേടിക്കില്ല. അപ്പോൾ തോർത്ത് കഴിഞ്ഞാലും പ്രശ്നമില്ലാന്ന്. എടാ നിന്റെ കാര്യമല്ല പറയുന്നത്, എൻ്റെ തോർത്തഴിയുന്ന കാര്യമാണ് പറയുന്നത്. മനസ്സിലായോ? പെരുമ്പാമ്പൊക്കെ ചാടിക്കഴിഞ്ഞാൽ പ്രശ്നമാവും. എൻ്റെ കുടുംബം കലങ്ങി പോകും. മനസ്സിലായോ നീ? എന്താന്നത്? എപ്പി ഞാൻ ന്യൂ ആണ്. നാസിം ജി ഹായ്. സോറി ബ്രോയുടെ പേര് വായിക്കുമ്പോൾ തന്നെ ഇങ്ങനെ എനിക്ക് പറയേണ്ടി വന്നതിൽ ഞാൻ ഖേദിക്കുന്നു. എന്നോട് ക്ഷമിക്കുക. ചുമ്മാ കമൻറ്റ് വായിക്കാതെ റിപ്ലൈ ഒക്കെ കൊടുക്കണം എപ്പിന്ന്. തെറിയാതോ നീ ഉദ്ദേശിക്കുന്നേ? ഗൂഗിൾ ഈഗിൾ ജൂനിയർ എപ്പിന്ന് കുറച്ച് നേരം അഡ്മിൻ RP ആയാലോ. TV ബിസിനസ് എന്തായി? ഒരിക്കലും വിശ്വസിക്കില്ല. അപ്പം നമുക്ക് പുറത്തുള്ള സെർവറിൽ കളിച്ചാൽ പോരെ. ഇപ്പോൾ എല്ലാവരും കളിച്ച് സെറ്റായിട്ട് സെർവർ സ്റ്റാർട്ടാക്കിയാൽ പോരെ. ഇയർ ലേറ്റർ. ബ്രോ ഞാൻ പറഞ്ഞില്ലേ, എവിടെ കളിക്കണം എന്നുള്ളത് പ്ലേയേഴ്സിൻ്റെ ചോയ്സാണ്. ഞാൻ ഈ സെർവർ ഉണ്ടാക്കുന്നു എന്ന് കരുതി എല്ലാവരും ഇവിടെ വന്ന് കളിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. മനസ്സിലായോ? ഞാൻ ഈ സെർവർ ഉണ്ടാക്കിയാൽ തന്നെ PvP ഓറിയൻറ്റഡ് ആയിട്ട് കൊണ്ടുപോകാനുള്ള ഒരു താല്പര്യം എനിക്കില്ല. മനസ്സിലായോ? പ്യുവർ RP ഫോക്കസ്. RP കളിക്കുകയാണെങ്കിൽ ആ ക്യാരക്ടറായിട്ട് കളിക്കണം. മനസ്സിലായോ? അവനൊരു ക്യാരക്ടറാണെങ്കിൽ ആ ക്യാരക്ടറായിട്ട് വേണം അവൻ കളിക്കാൻ. അതിനൊരു പ്രോപ്പർ ബാക്ക് സ്റ്റോറി വേണം. ആ ബാക്ക് സ്റ്റോറി കാര്യം, അതായത് അവൻ RDR എന്ന് പറയുന്ന ഇതിൽ അവൻ എന്താണെന്നുള്ളൊരു പ്രോപ്പർ ബാക്ക് സ്റ്റോറി, അതൊരു കഥ അവൻ എഴുതണം. ആ കഥ ബേസ് ചെയ്തിട്ട് വേണം അവൻ്റെ RP മുന്നോട്ട് പോകാൻ. അത്രയും സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും RDRൽ ഞാൻ RP കൊണ്ടുപോകാൻ പോകുന്നത്. ഈ വീക്ക് ആരൊക്കെയാണ് സ്ലോട്ടിലിട്ടെ? ഈ വീക്കിൽ നമ്മൾ ബോബിനെ, ഡീമനെ, ജൂഡിനെ, SRKനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. നീലനെ, കുറുപ്പിനെ, ബോബോയ് ആൻഡ് അപ്പുക്കുട്ടനെ തിരിച്ചാടിയിട്ടുണ്ട്. ഓയ്യാ കൊണ്ടുപോയപ്പിന്ന് ഓറാ. ഇപ്പം നമ്മുടെ റാം പറഞ്ഞ് RP ചെയ്യാൻ സാധിക്കുമോ നമുക്ക്? പിന്നെന്താ AP സിറ്റിയിലേക്ക് ലീക്ക് ആക്കുമോ? ഡീഡോസ് അടിച്ച് പഠിക്കാനാണ്. സിറ്റി IP ലീക്ക് ആക്കുമെന്ന്. മേയർ ഇലക്ഷൻ, ഇല്ലീഗൽ ബിസിനസ്, മോർ ജോബ്, സിറ്റി ആർട്സ് ഫെസ്റ്റിവൽ. എടാ ഞാൻ അപ്ഡേറ്റ് പറയാൻ വന്നത് ഇലക്ഷനെ പറ്റിയായിരുന്നു. ഞാനത് മറന്നുപോയി ഗൈസ്. അപ്പോൾ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരികയാണ്. ഇന്ന് ഞാൻ ലൈവിൽ പറയും. നാളത്തേക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ഭരത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഭരത്ത് അതിൻ്റെ കുറേ കാര്യങ്ങൾ, ഹാൻഡ് ബുക്ക്, ചാപ്റ്റർ, ഗവൺമെൻറ്, ക്യാബിനറ്റ് ചാപ്റ്റർ, ഹാൻഡ് ബുക്ക് കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഭരത്ത്. ഇങ്ങനത്തെ പരിപാടിക്ക് അടിപൊളിയാന്ന് തോന്നുന്നു കേട്ടോ. പർപ്പസ്, ഗവൺമെൻറ് ഫോർമേഷൻ, ഇലക്ഷൻ റിസൾട്ട് സർട്ടിഫൈഡ്, ഇലക്ഷൻ കമ്മീഷൻ, മെജോറിറ്റി വെരിഫൈഡ്, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, ഗവർണർ അതോറിറ്റി, മെജോറിറ്റി പ്ലാൻ കോയിലേഷൻ, ചീഫ് മിനിസ്റ്റർ, ഗവൺമെൻറ് സെക്രട്ടറി, മെജോറിറ്റി ഗവൺമെൻറ്, കോയിലേഷൻ ഗവൺമെൻറ്, മൈനോറിറ്റി ഗവൺമെൻറ്, അപ്പോയിൻമെൻറ്റ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ, ക്യാബിനറ്റ് ഫോർമേഷൻ, സ്റ്റാൻഡേർഡ് ക്യാബിനറ്റ് പോളിസി, പിന്നെ മിനിസ്റ്ററിയൽ റെസ്പോൺസിബിലിറ്റീസ്,
ഞാൻ ഇന്നലെ ഇങ്ങനെ ഇരുന്നിട്ട് എന്താണ് നമ്മൾ ഈ RP കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞു. മനസ്സിലായോ? അപ്പം ആ കാര്യം വെച്ചിട്ട് ഭരത് റെഡിയാക്കിക്കുന്ന സംഭവമാണ് തോന്നുന്നത്. കോർഡിനേഷൻ വിത്ത് ഡിപ്പാർട്ട്മെന്റ്. ഇത് ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ അതിന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് പിന്നെ അത് കഴിഞ്ഞ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ സെർവറിൽ മേയറായിട്ടായിരിക്കത്തില്ല എലക്ഷൻ വരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവരും, അത് നമ്മുടെ സിറ്റി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. 3, 4, 7 പ്രൊവിഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ GTA ഒരു മാപ്പ്, അതിൻ്റെ സ്പ്ലിറ്റിംഗ് ഒന്നും കൺഫേം ആയിട്ടില്ലേ? ഞാൻ ഇതൊന്നും കൺഫേം ആയിട്ടില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഇങ്ങനെ വരുന്ന സമയത്ത് ഈ സിറ്റി ഏരിയ എന്ന് പറയുന്നൊരു പ്രൊവിഷ്യയാണെന്ന് കരുതുക. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ ഓഷ്യൻ ഹൈവേ എന്ന് പറയുന്നത് ഇത്രയും ഒരു ഏരിയ ഒരു പ്രൊവിഷൻ. ഈ മിലിറ്ററി ബേസ് ഇത്രയും ഒരു ഏരിയ ഒരു പ്രൊവിഷൻ. ഈ പലേറ്റോ ഇത്രയും ഒരു ഏരിയ ഒരു പ്രൊവിഷൻ. അപ്പോൾ എത്രയായി? 1, 2, ഇത് സിറ്റി ഇത്രയും ഒരു ഏരിയ ഒരു പ്രൊവിഷൻ. 1, 2, 3, 4 പ്രൊവിഷൻ ആയില്ലേ? സാൻഡി ഒരു പ്രൊവിഷൻ, 5 ആയോ? പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ മൊത്തം ഒരു പ്രൊവിഷ്യനായിട്ട് കൊടുക്കാം. അത് എന്താണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അവിടെ എന്താണ് വരുന്നത് നോർമലി? ഈ ഒരു പ്രൊവിഷ്യയിൽ എന്താണ് വരുന്നത്? ഈ ഒരു പ്രൊവിഷ്യലായിട്ടുള്ള എന്തുള്ളത്? നമുക്കൊരു ഏരിയ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 6, ഇവിടെ ഒരു 6 എത്ര? 1, 2, 3, 4, 5, 6 അല്ലെങ്കിൽ 7 പ്രൊവിഷൻസ് കൊടുക്കാം. ഒരു 7 ഇത് കൊടുക്കാം. അപ്പം അവിടെ ഈ 7 എടുത്തായിട്ട് കർസർ കണ്ടുകൂടാതെ, കർസർ കാണൂല അല്ലേ? കർസർ ഹൈഡാക്കിയിട്ടേക്കോ ഞാൻ. എനിവേസ്, അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. GTA മാപ്പ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരു 7 ഇതായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. 7 ഇതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ 7 പ്രൊവിഷൻസിലും നമ്മൾ എന്താ പറയുക, കാൻഡിഡേറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യണം. അതിനു മുമ്പ് AP 1 above all വേണമെന്നോ? അപ്പം ഈ 7 പ്രൊവിഷൻസും ഈ പറയുന്ന പോലെ കാൻഡിഡേറ്റ്സിനെ അവർ റെപ്രസെൻ്റ് ചെയ്ത് നിർത്തിക്കണം ഇലക്ഷനിൽ. മനസ്സിലായോ? അപ്പം വോട്ടിംഗ് നടക്കുന്ന സമയത്ത് എല്ലാവർക്കും ഓരോ ഏരിയയിൽ വോട്ട് ചെയ്യാൻ പറ്റും. വോട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പാർട്ടിയിൽ മിനിമം 7 മെമ്പേഴ്സ് വേണം. കാരണം ഇലക്ഷൻ 7 പേര് നിൽക്കണം. രണ്ടാമത് നിങ്ങൾ പാർട്ടി ഫോം ചെയ്യണം. ആ പാർട്ടി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ എന്താണ്, നിങ്ങൾ ആദ്യമേ പാർട്ടി രജിസ്റ്റർ ചെയ്യണം. മനസ്സിലായോ? രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ പാർട്ടി ഫോം ചെയ്യുക. ഫോം ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ടി ഓഫീസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ പറയുന്നത് പോലെ ഇലക്ഷൻ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുക. 7 പ്രൊവിഷൻസിൽ നിൽക്കാൻ വേണ്ടിയിട്ട് 7 മിനിസ്റ്റേഴ്സ് വേണം, അല്ലെങ്കിൽ 7 കാൻഡിഡേറ്റ്സ് വേണം. മിനിസ്റ്റേഴ്സ് അല്ല, മൈ ബാഡ്, കാൻഡിഡേറ്റ്സ്. നമ്മുടെ എൻഡ് ഓഫ് ദ എലക്ഷൻ നിങ്ങൾക്ക് ഈ ഇതിൻ്റെ RPക്ക് റിലേറ്റഡ് ആയിട്ട് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും സർവീസായിട്ട് ചെയ്തു തരും. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പോസ്റ്റർ അടിക്കുക, ഈ പറയുന്ന പോലെ എന്താ പറയുക, ആൾക്കാരെ കൺവിൻസ് ചെയ്യുക, വോട്ട് പിടിക്കുക, ഈ പറയുന്ന പോലെ മറ്റേ പാട്ടൊക്കെ ഇട്ട് നമ്മൾ വണ്ടി കൊണ്ടുപോകത്തില്ലേ, ആ സെറ്റപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. കലാശക്കൊട്ട്, അങ്ങനെയുള്ള പരിപാടികൾ മൊത്തം നിങ്ങൾക്ക് ഈ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ചെയ്യാൻ പറ്റും. ഒറ്റ കണ്ടീഷൻ, നിങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പേരിലായിരിക്കണം. ഒരിക്കലും OCയിലുള്ള ഒരു പാർട്ടിയായിട്ടോ ഒരു ഇതായിട്ടോ ബന്ധമുള്ള രീതിയിൽ പേരിടാൻ പാടില്ല. ഗ്യാങ്ങിലുള്ളവർക്ക് പറ്റും. ഒരു പാർട്ടി ഫോം ചെയ്യുന്നത് ഇൻഡിവിജ്വൽസ് അല്ലേ, അവർ ഗ്യാങ് മെമ്പർ ആണെങ്കിലും അല്ലെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദേ ആർ ഇൻഡിവിജ്വൽസ്. മനസ്സിലായോ? അപ്പം ആർക്ക് വേണമെങ്കിലും ഇലക്ഷന് നിൽക്കാം. മനസ്സിലായോ? ഈ ഒരു സംഭവം പ്രോപ്പറായിട്ട് ചെയ്ത് ഇലക്ഷന് നിന്ന് ആ ഒരു പാർട്ടി മിനിമം 4 സീറ്റ് ജയിക്കുന്നവരായിരിക്കും ഗവൺമെൻറ് ആവാൻ പോകുന്നത്. മനസ്സിലായി? മിനിമം 4 സീറ്റ് ജയിക്കണം. അതേപോലെ തന്നെ 4 മിനിസ്റ്റേഴ്സ് ആയിരിക്കും മെയിൻലി ഉണ്ടാകാൻ പോകുന്നത്. ഒരു ചീഫ് മിനിസ്റ്റർ ഉണ്ടാവും, PD കൺട്രോൾ ചെയ്യാൻ ഒരു ഹോം മിനിസ്റ്റർ ഉണ്ടാവും, EMSനെ കൺട്രോൾ ചെയ്യാൻ ഒരു ഹെൽത്ത് മിനിസ്റ്റർ ഉണ്ടാവും. പിന്നെ ഈ പറയുന്നത് പോലെ എന്താണ്,
സർവറിലെ ഫിനാൻസ്, ഈ പറയുന്ന PD, EMS ഇവരുടെയൊക്കെ സാലറി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ടാവും. ഇങ്ങനെ പല 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 ക്രൈറ്റീരിയാസ് ബേസ് ചെയ്തിട്ട് നമുക്ക് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും. ഇതെല്ലാം അപ്പോൾ പിന്നെ സിറ്റിയിലെ എക്കണോമി തൊട്ട് പല കാര്യങ്ങൾക്കും ഈ ഗവൺമെൻറ്റിന് കൺട്രോൾ ഉണ്ടാവും. മനസ്സിലായോ? ഇപ്പം നമ്മുടെ ബില്ലിങ്സ് നമ്മൾ 2 ദിവസത്തിൽ അപ്ഡേറ്റ് ചെയ്യും. 2 ദിവസത്തിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പേ ചെയ്യുന്ന എല്ലാ സാധനത്തിനും നിങ്ങൾക്ക് ടാക്സേഷൻ ഉണ്ടാവും. നമ്മുടെ ബേസിക് ടാക്സേഷൻ എന്ന് പറയുന്നത് 8%. സിറ്റിയിൽ ഇപ്പം നിങ്ങളൊരു ഫുഡ് വാങ്ങിയ മിനിമം നിങ്ങൾ 8% ടാക്സ് അടച്ചിട്ടാണ് ഇതിനകത്തോട്ട് ഫുഡ് വാങ്ങാൻ പോകുന്നത്. അത് ശരിക്കും ഞാൻ ആലോചിച്ചു, നമ്മുടെ റിയൽ ലൈഫിലെ പോലെ 18% ആക്കിയാലോ എന്ന്. എന്ത് പറയുന്നു? 18 ആക്കണോ 8 ആക്കിയാൽ മതിയോ? ചന്ദ്രനെ ഹോം മിനിസ്റ്റർ. വേർക്കും പ്രോപ്പർ സിറ്റി റൂൾസ് വേണം, വെരി സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ സീനാവും. ഉറപ്പായിട്ടും ഉണ്ടാവും. മേയറിന്റെ മുകളിൽ, ഈ പറയുന്ന ഗവൺമെന്റിന്റെ മുകളിലാണ് മിസ്റ്റർ എക്സ്. മനസ്സിലായോ? ഗവൺമെന്റിന്റെ മുകളിലാണ് മിസ്റ്റർ എക്സ്. മിസ്റ്റർ എക്സ് പറയുന്ന കാര്യങ്ങൾ ഗവൺമെന്റ് അനുസരിച്ചേ മതിയാവും. ഇല്ലെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഈ ഗവൺമെന്റിനെ ഓവർത്രോ ചെയ്യാനുള്ള പവർ മിസ്റ്റർ എക്സിനുണ്ട്. അത് സിറ്റിയിൽ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടാവാം, ഈ പറയുന്ന പോലെ ഫണ്ടിങ്സ് ബ്ലോക്ക് ചെയ്തിട്ടാവാം, ഈ പറയുന്ന പോലെ അത് എങ്ങനെ വേണേലും മിസ്റ്റർ എക്സിന് ഈ പറയുന്ന ഗവൺമെന്റിനെ ഓവർത്രോ ചെയ്യാനുള്ള പവർ ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഗവൺമെന്റ് അല്ല ഫൈനൽ അതോറിറ്റി. ഗവൺമെന്റിന്റെ മുകളിൽ എപ്പോഴും മിസ്റ്റർ എക്സ് ഉണ്ടായിരിക്കും. മിസ്റ്റർ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ സർവർ RP പ്രകാരം ഒരു ഇല്ലുമിനാറ്റിയാണ്. മനസ്സിലായോ? അവർ ലീഗൽ സൈഡിൽ ബിസിനസ് ആയിട്ടും ഇല്ലീഗൽ സൈഡിലും ബിസിനസ് ആയിട്ടാണ് പോകുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഈ ചക്രം കൺട്രോൾ ചെയ്യുന്നത് മിസ്റ്റർ എക്സ് ആണ്. കാരണം മിസ്റ്റർ എക്സിന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്യാങ്ങുകളെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിപ്പിക്കാം, കലാപം ഉണ്ടാക്കിപ്പിക്കാം, പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിപ്പിക്കാം. മിസ്റ്റർ എക്സ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ബിസിനസ്സുകളെല്ലാം പൂട്ടിയിടാം. മനസ്സിലായോ? ഈ ബിസിനസ്സുകളെല്ലാം പൂട്ടിയിടാം. ഇതെല്ലാം പൂട്ടിയിടുക, അത് ഗ്യാങ്ങുകൾ കലാപം ഉണ്ടാക്കുകയും സിറ്റിയിൽ കലാപം പ്രശ്നമാവുകയും ഈ പറയുന്നത് പോലെ ബിസിനസ്സുകളെല്ലാം പൂട്ടിയിടുകയും സിറ്റിസൺസ് അത് ബുദ്ധിമുട്ടായി ദുരിതമായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു റിയൽ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്? ആ ഗവൺമെൻറ് ഓട്ടോമാറ്റിക്കലി ഓവർത്രോൺ ആവും. അതായത് വോട്ട് ചെയ്ത് കയറ്റിയവരെ തന്നെ ഗവൺമെൻറ്റിൻ്റെ താഴെ ഇറക്കും. മനസ്സിലായോ? മിസ്റ്റർ എക്സ് ഡയറക്റ്റ് പോയി ഗവൺമെൻറ് ഓവർത്രോ ചെയ്യുന്നല്ല പറഞ്ഞത്. അവരവരുടെ ബിസിനസ് ത്രൂ ഈ പറയുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യും. പിടികിട്ടിയോ? അതുകൊണ്ടാണ് അവരെ ഇലുമിനാറ്റി എന്ന് വിളിക്കുന്നത്. അക്ക സിറ്റി 8 lakhs ഉള്ളൂ, ഗവൺമെൻറ് ഫുൾ ടാക്സ് കൊടുത്ത് സപ്പോർട്ട്. അക്ക സിറ്റി 8 lakh ഉള്ളൂ, ഗവൺമെൻറ് സിവിലൻ സൈഡ് അല്ലേ, മിസ്റ്റർ എക്സ് ഇല്ലീഗൽ അല്ലേ? അല്ല, മിസ്റ്റർ എക്സ് എന്ന് പറയുന്നത് 2 സൈഡിലുണ്ട്. മിസ്റ്റർ എക്സ് എന്ന് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റിയാണ്. ഗ്യാങ്ങുകളുടെ മുന്നിൽ അവരാണ് അവിടെ ലാൻഡുകളും കാര്യങ്ങളും അവർക്ക് വേണ്ട സാധനങ്ങളും കൊടുത്ത് അവരായിട്ട് ബിസിനസ് ചെയ്യുന്നത്. ലീഗൽ സൈഡിൽ മിസ്റ്റർ എക്സ് ആണ് ഈ പറയുന്ന പോലെ ക്ലബ്ബുകൾക്ക് അവരുടെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവർക്ക് ഈ പറയുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ബിസിനസ് ചെയ്യാൻ വേണ്ടി റെൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ബാബ സജഷൻ സിവിലിയൻ ജോബ് ആക്ടിവിറ്റീസ് ഫുൾ RP കണക്റ്റഡ് ആക്കി ചെയ്തുകൂടെ? എക്സാമ്പിൾ പെട്രോൾ റിഫൈനറി, ട്രാൻസ്പോർട്ടേഷൻ ടു പമ്പ്സ്. യെസ്, റിഫൈനറി ഉടനെ തന്നെ വരും. ട്രാൻസ്പോർട്ടേഷൻസ് പമ്പിലോട്ട് വരുന്ന രീതിയിൽ പമ്പ് മാനേജ്മെൻറ്റ് ഏജൻസി കണക്ട് ചെയ്ത് ഗൈസ് നമ്മൾ ഉടനെ തന്നെ എല്ലാം നമ്മുടെ കസ്റ്റം സ്ക്രിപ്റ്റുകൾ ആക്കാൻ പോവുകയാണ്. മനസ്സിലായോ? നമ്മൾ ഉടനെ തന്നെ നമ്മുടെ സെർവറിലുള്ള മിക്ക സ്ക്രിപ്റ്റുകളും നമ്മൾ സ്വന്തം സ്ക്രിപ്റ്റുകളാക്കി മാറ്റാൻ പോവുകയാണ്. അതിൻ്റെ വർക്കിംഗ് ഇൻ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആദ്യമേ നമ്മുടെ സ്വന്തം ഗരാജ് റിലീസ് ചെയ്തത്. അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ബാങ്കിങ് റിലീസ് ചെയ്തിരിക്കുന്നത്. ബാങ്കിങ്ങിൽ വലിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. ആ ഒരു അപ്ഡേറ്റിന് വന്നതിന് ശേഷം ഈ പറയുന്നത് പോലെ അതായത് ഞാൻ അപ്ഡേറ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. ഇത് കഴിഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇലക്ഷനെ പറ്റിയാണ്. സോ ഗവൺമെൻറ് തന്നെ ഗവൺമെൻറ് റണ്ണിങ്ങിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. മനസ്സിലായോ? അതൊരിക്കലും സർവർ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യത്തില്ല.